വെൽക്കം ബാക്ക് ടു ഗാലക്സി വേൾഡ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ദുബൈ മാളിലും ബുർജ് ഖലീഫയിലും പോകാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ ഇത് നമ്മൾ UAE പാർട്ട് 7 ആണിത്. കിലോ പാർട്ടൊക്കെ ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇത് കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. കണ്ട ഗായ്സ്, നമ്മൾ ബുർജ് ഖലീഫ കണ്ട. നമ്മൾ നേരെ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ദുബൈ മാളിലേക്കാണ് ഗൈസ്. അപ്പം ദുബൈ മാളിൽ പോയിട്ട് അവിടെ നിന്നാണ് ബുർജ് ഖലീഫയിൽ പോകുന്നത്. അതുപോലെ തന്നെ 42ാമത്തെ വീടാണ്. അപ്പം നമ്മൾ സിനിമ പാർക്കിങ്ങിലേക്കാണ് വെക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വേഗം നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം. കണ്ട, നമ്മൾ സിനിമ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേഗം തന്നെ എടുത്തിട്ട് പോവാം. അതിനെല്ലാം ഉപകാരപ്പെടും. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ദുബൈ മാളിൽ സിനിമ പാർക്കിങ്ങിൽ വെക്കുന്നതാണ് നല്ലത് ഗൈസ്. അപ്പോൾ ഗൈസ്, കുറേ വണ്ടി ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു നല്ല വണ്ടീനെ കിട്ടിയിട്ടുണ്ട്. കുറേ വണ്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ നേരത്തെ ചുവപ്പ് വണ്ടി നല്ല രസമാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ നേരെ ദുബൈ മാളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഇത് ക്രോസ് ചെയ്യാൻ കാണിച്ചു ലൈസൻസ് ഇതാണ്. അപ്പോൾ ഗായ്സ്, ഇത് നമ്മൾ പാർക്കിങ്ങിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ എൻട്രൻസ് തുറക്കാൻ പോവുകയാണ്. തുറന്നിട്ടുണ്ട്. നമുക്ക് നേരെ ദുബൈ മാളിൻ്റെ എൻട്രൻസിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദുബൈ മാളിൻ്റെ അകത്താണില്ലേ. അപ്പോൾ ഇവിടെ കുറേ എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന എൻട്രൻസിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫ നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫിൻ്റെ അടുത്തേക്ക് എത്തി ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മളെ ബുർജ് ഖലീഫ നേരെ കാണാം ഗൈസ്. കണ്ട എത്രയൊക്കെ ഉണ്ട്. വേൾഡ് ബിഗ്ഗസ്റ്റ് ബിൽഡിംഗ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ്. എനിക്ക് 4 വയസ്സ് ഉണ്ടാകുമ്പോൾ ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ച് വലിയ ബിൽഡിങ്ങിൻ്റെ മീത്ത് കയറിയിട്ട് നിന്നിട്ട് വീടെടുക്കുന്നു. ഇപ്പോൾ മനസ്സിലായി ദുബൈ മാളിൻ്റെ പുറത്ത് ഇറങ്ങിയിട്ടാകുമ്പോൾ ഈ ബുർജ് ഖലീഫിൻ്റെ വ്യൂ കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ അങ്ങനെ അവിടെ ഒരു ലംബോർഗിനി ഉണ്ട്. അപ്പോൾ ആ ലംബോർഗിനിയൊക്കെ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ലംബോർഗിനെ കാണുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു ഇതായത് നമുക്ക് തൃപ്തിയായിട്ടാണ്. കാരണം ഞാൻ ഫസ്റ്റ് ലംബോർഗിനി കണ്ടു ഗൈസ്. കുറേ ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോറിൻസ് അവരൊക്കെ ലംബോർഗിനി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലംബോർഗിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത്രക്കുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ തന്നെ വിചാരിച്ചത് ലംബോർഗിനി വലുതാണെന്നാണ് വീഡിയോയിലൊക്കെ കാണുമ്പോൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ലംബോർഗിനി ഗൈസ് എൻ്റെ ഹൈറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അങ്ങോട്ട് പോവുകയാണ് ഗൈസ്, ആ പാലത്തിൻ്റെ അടുക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നിട്ട് ഫയർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഏതായാലും പാലത്തിനടുക്ക പോയിട്ട് തന്നെ കാണാം. അതുപോലെ തന്നെ ഗൈസ്, പ്രത്യേകത പല രാജ്യത്തെ ആൾക്കാരുണ്ട്. എല്ലാവരും ഒന്നിച്ച് കൊടുക്കുന്നതായിരിക്കും. ഏത് രാജ്യവും നോക്കില്ല. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ട് തന്നെ ദുബൈയിലായിരിക്കും കൂടുതൽ ആൾക്കാർ ഒന്നിച്ച് കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ രാജ്യത്തെ ആൾക്കാരെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ അവിടെ ഇവിടെ ആയിട്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഗായ്സ്, കാണണമെങ്കിൽ ഇതിന് നല്ല ഹൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ചങ്കിൻ്റെ ഇത് പോയി ഗായ്സ്. എന്തോ അപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇവിടെ വേറെ ലംബോർഗിനി ഉണ്ട്. ടോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ലംബോർഗിനി കണ്ട. അതിൻ്റെ എൻട്രിക്കും വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ഡോറെന്ന് പറഞ്ഞാൽ വലിയ ഡോറാണ്. നമ്മൾ 5 സ്റ്റാർ ഹോട്ടലിലത്തെ പോലെ ഇങ്ങനത്തെ ഡോറാണ്. ഇങ്ങനെ കറങ്ങി പോയിട്ട്
അപ്പോൾ മുകളിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ മുകളിൽ ഫോട്ടോയുള്ള സംവിധാനം അല്ല മുകളിൽ പോവാം മുകളിൽ. ഈ സംഭവം കുറേ സ്ഥലത്തുണ്ട്. ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇടുന്നത് എല്ലാവരും ഫോട്ടോ എടുത്തിട്ട്. അപ്പം ഇതാ ഈ സ്ഥലത്ത് നിന്ന് ചെറുപ്പത്തിലത്തെ ഫോട്ടോ എടുത്ത നമ്മൾ ആ സ്ഥലം കാണിച്ചതാണ്. അപ്പം ഇതാണ് ചെറുപ്പത്തിലത്തെ ഫോട്ടോ. മുന്നേ ഇവിടെ ഈ ഒരു വാൻ ഉണ്ടായിന്, ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ നല്ല ഫീവർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ. അതുപോലെ തന്നെ ഇതാണ് ഇച്ചുവിൻ്റെ ബാപ്പാൻ്റെ ഫോട്ടോ. ഈ സ്ഥലത്തു നിന്നാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഈ സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പം ഇച്ചുവിൻ്റെത് ഇപ്പോഴത്തതും മുമ്പത്തെ ഫോട്ടോ ഇത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കുക. 3 മാസം ഉണ്ടാകും വന്നതാണ് ഫ്രണ്ട്സ്. ഇപ്പോഴേക്ക് 7 വയസ്സായി ഫ്രണ്ട്സ്. അപ്പം അങ്ങാട് ഒരു ഹാർട്ടിൻ്റെ ഒരു ഷേപ്പിൽ ഒരുക്കുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ വണ്ടി ഉണ്ടായിന് ഗൈസ്, അത് മാറ്റിയിട്ട് ഇത് വെച്ചതെന്ന് തോന്നുന്നു. ഇതേ സംഭവം അപ്പുറം ഇപ്പുറം ഉണ്ട്. പിന്നെ ഇതാ ഇതാ പിന്നെ ഇതാ ഇതാ പിന്നെ ഇതാ പിന്നെ ഇതാ. അപ്പൊ നമ്മൾ ദുബൈ കോർട്ടിലേക്ക് പോകുകയാണ്. അപ്പൊ ഇവിടെ സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. കോസ്റ്റ്ലി സാധനമാണ്. ഇതാ അടുക്കള ഷോപ്പ്. അപ്പോൾ ഗൈസ് ഇവിടെ നടക്കാൻ കഴിയാത്തവരാണെങ്കിൽ വ്യവസായവരാണെങ്കിൽ ഇവിടെ ഒരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ പൈസ കൊടുത്താൽ നമുക്ക് ആ വണ്ടിക്കാർ നമ്മളെ കൊണ്ടുപോകും. ബാക്കിലോടുന്ന വണ്ടിയാണ്. നമ്മ ഇപ്പം പുറത്തിനടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അക്വാറിയത്തിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ റിയൽ ഷാർക്കും അതുപോലെ തന്നെ മറ്റേ ആ ചെറിയ ചെറിയ മീനൊക്കെ ഇല്ല, അത് ഭയങ്കര ആളാണ് ഗൈസ്. അതുകൊണ്ടൊന്നും നേരെ എടുക്കാൻ കഴിയാത്ത കണ്ടോ ഗൈസ്. റിയൽ ഷാർക്ക് എന്തെല്ലാം റിയൽ മീനാണ് ഗൈസ്. വലിയ നീളത്തിലുള്ള വലിയ അക്വാറിയമാണ്. അതുപോലെ തന്നെ ഇവിടെ മീനിന് എന്തെങ്കിലും പറ്റിയ പ്രശ്നമില്ല ഗൈസ്. കാരണം മീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മീത്ത് കാണുന്ന ആ സംഭവമില്ല, അതിൽ നിന്ന് ഡൈവിംഗ് സൂട്ട് ഇട്ടിട്ട് ആളൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇല്ല, ഇപ്പം അവരൊന്നുമില്ല. മുന്നേ ഇതിൽ ആളുണ്ടായിരുന്നു ഗൈസ്. എന്നിട്ട് ആ മീനിനൊക്കെ സംരക്ഷിക്കും. ഇത് വേറെ മീനാണ് ഗൈസ്. പേരെന്താണെന്ന് നമുക്കറിയില്ല. കണ്ടാ ഇതെന്ത് മീൻ ഗൈസ്? ഗൈസ് നോക്കിയേ. പിന്നെ ഒന്നുണ്ട് ഗൈസ് അതേപോലത്തെ അതിന് വാലിങ്ങനെ വലുതെന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയും കാട്ടി വലുതുണ്ട്. അത്രയ്ക്കും വലിയ വാല് കാണുന്നുണ്ട് ഗൈസ്. കണ്ടൊക്കെ പറയാം. പിന്നെ ഇതൊക്കെ നമ്മളെ നാടത്തെ അയിലേനെ പോലത്തെ മീൻ, പക്ഷെ അയിലേനും കൂടെ ഇത്ര വലുത്. നമ്മളെ കഴിഞ്ഞ ഗായ്സ് അതുപോലെ തന്നെ മീറ്റിൽ വീഡിയോ എടുക്കാം ഗായ്സ്. അതുപോലെ തന്നെ നമ്മുടെ സീലിങ്ങിൽ സ്റ്റാർ റോസ് റോയ്സിലെല്ലാം സ്റ്റാർ വെക്കല്ലേ, സ്റ്റാർ ഡെക്കറേഷന് അതുപോലെ തന്നെ ഇവിടെയും വെച്ചിട്ടുണ്ട്. ഇത് കണ്ട മഞ്ഞ കളർ സ്റ്റാർ, യെല്ലോ കളർ സ്റ്റാർ. പിന്നെ മീറ്റ് സെക്കൻഡ് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഈ 2 ഫ്ലോറും നമുക്ക് നോക്കാം. അങ്ങനെ നോക്കി അടി കാണും. ഇവിടുന്ന് അടിഭാഗം കാണാൻ പറ്റില്ല ഗൈസ്. നമ്മളടുത്ത് തരണ്ട പോലത്തെ ഒരു മീനാണ് ഗൈസ്.
പക്ഷെ തരണ്ടേനെക്കാട്ട് ഇത്രക്കോ വലുതാന്ന്. ഇത് ഷാർക്ക്. അപ്പൊ ഇതിന്റെ അകത്തുനിന്നാണ് അവരൊക്കെ വരല്. നമ്മളെ ഡൈവിങ് സൂട്ട് ഇട്ടിട്ട് സ്കൂൾ ബസ് സൂട്ട് ഇട്ടിട്ട് വരുന്നു. അപ്പൊ അവരൊന്നും കാണുന്നില്ല. ഇപ്പൊ അവരെല്ലാം അപ്രത്യക്ഷമായി പോയി. അപ്പോൾ നമ്മൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിനോസറിൻ്റെ ഫോസിലുണ്ട് ഗൈസ്. അപ്പോൾ അത് നമുക്ക് കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂടി പോയല്ല നമ്മൾ ഡൈനോസറിൻ്റെ ഫോസിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ ഇതൊക്കെ നോക്കുക. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ് ഒക്കെ നോക്കുക ഗൈസ്. നല്ല ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ് ആണ് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. പെയിൻറ്റിങ് ഒക്കെ പറഞ്ഞ പിന്നെ മണ്ണിൻ്റെ ചട്ടിയാണ് ഗൈസ്. പക്ഷെ കാണുമ്പോൾ ഇത് കല്ലിൻ്റെ ചട്ടിയാന്ന് തോന്നുന്നു. ഇതാണ്. അപ്പൊ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ചിത്രം. നോക്ക് ഗായ്സ്, കുത്തബ് മിനാർ റോബോട്ട്. കുത്തബ് മിനാർ റോബോട്ട് ഗായ്സ്. ഗ്രാഫിക്സ് ഒക്കെ ഇടവിട്ടില്ല. കറക്റ്റ് പക്കാ ഗ്രാഫിക്സ്. ലെവൽ അങ്ങനത്തെ ഒന്നും ഉണ്ട് ഗായ്സ് ഗ്രാഫിക്സ്. അപ്പൊ നമ്മൾ നേരെ ഡൈനോസറിന്റെ ഫോസിലിന്റെ അടുത്തേക്കാണ് പോകുന്നത് ഗായ്സ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് കാണുമ്പോൾ പ്ലാസ്റ്റിക് കാണുന്നത്. പിന്നെ ഒന്ന് ഇത് ഒറിജിനൽ എന്നൊക്കെ മനസ്സിലാകുന്നത്. ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ഇത് അതിൻ്റെ ഹാൻഡിൻ്റെ അടുക്കില്ല. ആ ഒരു പീസ് നിങ്ങൾക്ക് നേരെ നോക്കി മനസ്സിലാവും. ആ ഹാൻഡ് അതിൻ്റെ ഹാൻഡ് ഇതിൻ്റെ ഹാൻഡ് നോക്കി കണ്ട. ഇതതിൻ്റെ ലെഗ്, അതിൻ്റെ ഹാൻഡ് കണ്ട. വലിയ വിശാലമായ റോബോട്ടിന് കണക്കത്തെ ഒരു ഡൈനോസറാണ്. അപ്പം ഇത് നമ്മൾ സസ്യബുക്കാണ്. ഈ ഡൈനോസർ എന്ന് പറയുന്നത് മാംസം തിന്നുന്ന ഡൈനോസറല്ല, ഇലയൊക്കെ തിന്നുന്ന ലീഫ് തിന്നുന്ന ഡൈനോസറാണ്. കണ്ട ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതല്ലേ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നല്ല സ്മൂളൊരു ചങ്കാണ് ഗൈസ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കുറേ. അപ്പൊ സ്ക്രീനിലെല്ലാം കാണിക്കും ഗൈസ്. അറബി വായിക്കാവുന്നവർക്ക്, അതുപോലെ ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് ഇംഗ്ലീഷ് വായിക്കാം. സ്ക്രീനിലെല്ലാം നമുക്ക് കാണിച്ചത്. ഈ കണ്ട ഡൈനോസറിന്റെ ഫോസിലാണ് അത്. ജുറാസിക് പാർക്ക് ഫിലിം കണ്ട ഏകദേശം ആൾക്കൊക്കെ ഈ ഡൈനോസറിനെ പേടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചോ ഗൈസ്. വലിയ ശരീരമാണെങ്കിൽ ഇതിൻ്റെ തല ഭയങ്കര ചെറുതാണ് ഗൈസ്. നോക്കുക ഗൈസ്, ഇതാ ചെറിയ തല, ഒരു കല്ലിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവും തലയെല്ലാം. ശരീരം നോക്കുക ഗൈസ്. നിങ്ങൾ തല ചെറുത്, ശരീരം വലുത്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ള ഡീറ്റെയിൽസ്. ലേറ്റ് ജുറാസിക് 155 മില്യൺ ഇയേഴ്സ്, 2008 USA, റോമിങ് USA. അപ്പം ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ സ്ഥാപിച്ച് അതിന് കുറച്ച് അപ്പം നമ്മൾ നേരെ എക്കോറത്തിൻ്റെ ബാക്കിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ഇവിടെ ഫ്ലൈറ്റിൻ്റെ ഡെമോ ഉണ്ട്. ഇത് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിലെ വ്യൂ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് കാണാം. ആൾക്കാർക്ക് സെൽഫി എടുക്കുന്ന തിരക്കിലാണ് ഫ്രണ്ട്സ്.
ആ ഫ്ലൈറ്റിന്റെ ഡെമോ നമ്മൾ ഈ കാണുന്നത്. ഇവിടെ ഷിപ്പിന്റെ ഒരു പ്രതിമാണക്കത്ത് മുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റിന്റെ ഡെമോ ആണ്. ഇതിന്റെ ഉള്ളിൽ നമ്മളെ ഫ്ലൈറ്റ് ഇത് കുറച്ച് നാളുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് അതായത് ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന അതേ ആൾപോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതേതാ ഇത് ഇങ്ങനെയാണെങ്കിൽ സ്ക്രീനിൽ കാണാനും നമ്മളിങ്ങനെ ഫ്ലൈറ്റ് പോകുന്നതാണ്. ഇതിന്റെ അകത്തുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്ലീസ് ടേക്ക് വീഡിയോ പറയട്ടോ. ഇത് നമ്മളെ ക്രൊക്കോഡൈല്. ഇതിന്റെ വായിലൊക്കെ റിസ കൈയൊക്കെ ഇടുന്നുണ്ട്. ഇത് ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മൾ നല്ലോണം ക്ഷീണിച്ചു. അപ്പൊ നമുക്കിനി ഫുഡ് എന്തെങ്കിലും കഴിക്കണം. തണുത്ത് നല്ലോണം കുടിക്കണ്ട കേട്ടാ. കുഞ്ഞി കൊടുത്ത Guys, capsule manchi camera photo guys. और കുറച്ച് capsule ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തിരിച്ച് പാർക്കിലേക്ക് എത്തി ഗൈസ്. ഇപ്പോൾ കാറിനെടുത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ പോലെ ഫ്രണ്ട്സ്, ഞാൻ ബുർജ് ഖലീഫയിൽ രാത്രിയത്തെ വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. നമ്മൾ രാത്രിയത്തെ ലൈറ്റ് ഇട്ടിട്ടാൻ പോലെ വ്യൂ ആണ് ഇത് ബുർജ് ഖലീഫിന്റെ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും വീഡിയോ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് മെയിൻ വിടാൻ പോകുന്ന വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണുന്നത് തീർച്ചയായും പോയി കാണുക. ആ കണ്ടോ ഗൈസ്, ബിൽഡിംഗ് ഉണ്ടോ ഗൈസ്? ആ ബിൽഡിംഗ് ഉണ്ടോ ഫ്രണ്ട്സ്? അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ മ്യൂസിക് ഇടാൻ പറ്റിയില്ല ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നത് വരെ അപ്പോൾ ഗുഡ് ബൈ. മ്യൂസിക്കില്ല